കായംകുളം ചെറാവള്ളി 327 നമ്പർ SNDP ശാഖായോഗത്തിൽ വിവിധ ചടങ്ങുകളോടുകൂടി സമാധി ദിനാചരണം നടന്നു. ശാഖാ അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. കായംകുളം ചേരാവള്ളി 327 നമ്പർ SNDP ശാഖായോഗത്തിൽ വിവിധ ചടങ്ങുകളോടെ സമാധി ദിനാചരണം നടത്തി. ശാഖാ അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണമാണ് ഇന്ന് ലോകമെമ്പാടും ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ളവരും അല്ലാത്തവരും ഇന്ന് ആചാരപൂർവ്വം ആചരിക്കുന്ന ഒരു ദിനമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനത്തോടു കൂടിയാണ് ലോകത്തിലെ അവശത അനുഭവിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1855 കാലഘട്ടത്തിൽ ജനിച്ചു. ഈശ്വര ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നിശ്ചയിച്ചിരുന്ന വലിയ ഒരു ജനവിഭാഗത്തെ അകറ്റി നിർത്തിക്കൊണ്ട് വഴി നടക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം. ഗുരുദേവൻ്റെ ജനനത്തോടു കൂടി 1888 കാലഘട്ടത്തിൽ ഈശ്വരനെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ്. ഗുരുദേവൻ്റെ ആ അർത്ഥവാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെയും ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ളവരും എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്നത്തെ ദിനം ഈ സമാധി ദിനാചരണം ആചരിക്കുന്ന ഭാഗമായിട്ട് ചേരാവള്ളി 327 നമ്പർ ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ വിപുലമായ രാവിലെ മുതൽ പൂജാകർമ്മങ്ങൾ, അതുപോലെ തന്നെ ഗുരുഭാഗവതം, ഗുരുപുഷ്പാഞ്ജലി, പുഷ്പാർച്ചന, ഉച്ചയ്ക്ക് കഞ്ഞിസദ്യ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശാഖായോഗത്തിൽ നടത്തിയ മുഴുവൻ ആൾക്കാരുടെയും ഈ സഹകരണം വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. രാജീവ് ഗോകുലം, ജയമോഹനൻ, കെ ദേവദാസ്, പ്രകാശ്, സതീശൻ, അനിത, അമ്പിളി, മിനി രമേശൻ, ദേവദാസ്, സുരേഷ്, ഡോക്ടർ അശ്വതി, വിലാസിനി, മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാഗുരു സമാധി ദിനം ആചരിച്ച് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. കൂടാതെ രാവിലെ മുതൽ ഇന്നലെ മുതൽ എല്ലാ വിഭവ സമാഹരണങ്ങളും സ്വരൂപിച്ച് ഞങ്ങളിവിടെ വളരെ വിപുലമായ രീതിയിൽ ഒരു കഞ്ഞിസദ്യ നടത്തിയിട്ടുണ്ട്. അസ്ത്രം സ്നേഹതീരം ഉണ്ണിയാണ് സംഘടിപ്പിച്ചത്. അദ്ദേഹമാണ് നേരിട്ട് നിന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കൂടാതെ SNDP ശാഖായോഗത്തിൻ്റെ മുഴുവൻ മെമ്പർമാരും ഇതുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് ശാഖാംഗങ്ങൾ മുഴുവൻ ഏതാണ്ട് 460 കുടുംബങ്ങളോളം ഈ ശാഖയിലുണ്ട്. ആ ശാഖയിലെ എല്ലാ പ്രവർത്തകരും അംഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ നമ്മുടെ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ ഭംഗിയാക്കിയ നമ്മുടെ ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, സമൂഹ പ്രാർത്ഥന, ഭാഗവത പാരായണം എന്നിവ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സമാധി പ്രാർത്ഥന നടന്നു. തുടർന്ന് സദ്യയും നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.